Welcome to CSIR JRF NET examination classes. General aptitude paper. Today's lesson 16, geometry, triangles, geometry 1, triangles. And this is 32nd class, general aptitude, geometry, triangles. And here I am giving questions directly because there are a number of theorems relating triangles, and it is unwise to study all these theorems again. That you know. So instead of repeating the theorems in geometry, we straightly pass on to the questions. അപ്പം ജോമെട്രി നമ്മുടെ CSIR ഒരു പ്രധാനപ്പെട്ട ചോദ്യ വിഭാഗമാണ്. ഇതെല്ലാം ഹൈസ്കൂളിൽ പഠിച്ചിട്ടുള്ള ജോമെട്രി എന്നുള്ളതാണ്. അപ്പോൾ അന്ന് പഠിച്ചിട്ടുള്ള എസ് ഐ എസ് തിയറം അല്ലെങ്കിൽ AISA തിയറം പോലെയുള്ള തിയറമെല്ലാം പഠിച്ച് സമയം കളയേണ്ട. അതെല്ലാം നമ്മൾ ഓരോ ക്വസ്റ്റിനകത്തും വരുമ്പോൾ പറയാം. ആ തിയറം പഠിക്കാമെന്ന് പറഞ്ഞാൽ കുറേ സമയം എടുക്കും, നിങ്ങൾ സ്കൂളിൽ പഠിച്ച് ഓർക്കുക. അപ്പോൾ അതിന് പകരം ഡയറക്റ്റ്ലി നമ്മൾ ക്വസ്റ്റിലേക്ക് കിടക്കുകയാണ്. ഏതെല്ലാം തിയറത്തിൻ്റെ ആപ്ലിക്കേഷൻ വരും അത് അവിടെ നമുക്ക് എഴുതാം. പൈതഗോറസ് തിയറം നിങ്ങൾക്കറിയാമല്ലോ. പൈതഗോറസ് തിയറം A സ്ക്വയർ പ്ലസ് ആൾട്ടിറ്റ്യൂഡ് സ്ക്വയർ ഈസ് ഈക്വൽ ഹൈപ്പോട്ടനസ് സ്ക്വയർ, അതെല്ലാം നമ്മൾ റിപ്പീറ്റ് ചെയ്യും. അതുപോലെ സൈൻ കോസ് ടാൻ അതുമൊക്കെ ട്രയാങ്കിളിനകത്ത് വരും. അങ്ങനെ ട്രയാങ്കിൾ സംബന്ധിക്കുന്ന ചില ചോദ്യങ്ങളാണ്. ചിലത് സിമ്പിളാണ്, ചിലത് അല്പം പ്രയാസമായിരിക്കും. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, if ABC and PQR are similar triangles in which angle A is 47 degree, angle Q is 83 degree, then angle C is. അപ്പോൾ നോക്കുക, ട്രയാങ്കിൾ ABC യും PQR സിമിലർ ആണ്. ഇവിടെ ആംഗിൾ ABC 47 ആണ്, ആംഗിൾ A 47 ആണ്, ആംഗിൾ Q 83 ആണ്, 83. ദെൻ അപ്പോൾ ഇവരാണ് സിമിലർ എന്ന് പറഞ്ഞിരിക്കുന്നത്, സിമിലർ ട്രയാങ്കിൾ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. സിമിലർ ട്രയാങ്കിൾ. അപ്പോൾ സിമിലർ ട്രയാങ്കിൾ സംശയമില്ല, ഓരോ സൈഡും അവയുടെ സൈഡ് റേഷ്യോ ഒക്കെ സെയിം ആയിരിക്കും. അപ്പോൾ നമുക്കിവിടെ കാണാം, ഇവിടെ ആംഗിൾ Q 83 ആണെങ്കിൽ ഇവിടെ ആംഗിൾ B 83 ആയിരിക്കുമല്ലോ. പിന്നെ ആംഗിൾ A 47 ആണെങ്കിൽ ഇപ്പുറത്ത് ആംഗിൾ Pയും 47 ആയിരിക്കും. മറ്റത് കണ്ടുപിടിക്കാവുന്നതല്ലോ, 180 കുറച്ചാൽ മതി ഇവയുടെ സാം. അപ്പോൾ നമ്മുടെ ചോദ്യം ഇതാണ്, ആംഗിൾ C എത്ര ചോദ്യം? ആംഗിൾ C ഒന്നാമത്തെ പടത്തിലെ ആംഗിൾ C എത്ര ചോദ്യം? അവിടെ 50 ഉണ്ട്, 70 ഉണ്ട്, 60 ഉണ്ട്, 80 ഉണ്ട്. അപ്പോൾ ട്രയാങ്കിൾ സിമിലർ ആണെന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് വളരെ എളുപ്പമാണ്. സിൻസ് ABC and PQR സിമിലർ ട്രയാങ്കിൾസ്, ആംഗിൾ Q is 83 ഡിഗ്രി. അത് മനസ്സിലായല്ലോ. ആംഗിൾ B ഈക്വൽ ടു ആംഗിൾ Q ഈസ് 83. അത് സിമിലറായിട്ടാണ് വന്നിരിക്കുന്നത്, 83 ആയിരിക്കും. അപ്പോൾ ആംഗിൾ C കാണാൻ പ്രയാസമില്ല. അപ്പോൾ 3 ആംഗിളിൻ്റെ ഇപ്പോൾ ഒരു ട്രയാങ്കിൾ ABCയിൽ ആംഗിൾ A പ്ലസ് ആംഗിൾ B പ്ലസ് ആംഗിൾ C 180 ഡിഗ്രി ആണല്ലോ. ദ സം ഓഫ് ദി 3 ആംഗിൾസ് ഇൻ ട്രയാങ്കിൾ. അപ്പോൾ ആംഗിൾ C ആണെങ്കിൽ 180 മൈനസ് ഓഫ് ആംഗിൾ A പ്ലസ് B എടുത്താൽ മതി. അപ്പോൾ ആംഗിൾ C is 180 മൈനസ് 47 പ്ലസ് 83, ദാറ്റ് ഈസ് ആംഗിൾ C is 50 ഡിഗ്രി. അങ്ങനെ ആംഗിൾ C 50 ഡിഗ്രി നമുക്ക് കിട്ടും. 50 ആണ് ഇവിടെ ആംഗിൾ A. അപ്പോൾ ചോയ്സ് A ആണ് ഉത്തരം. വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻ ആണത്. അടുത്ത ക്വസ്റ്റ്യൻ, ഇൻ ദ ഫോളോയിങ് ട്രയാങ്കിൾ വിച്ച് ഓഫ് ദി ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ്സ് ഇസ് ട്രൂ? അപ്പോൾ ഈ ട്രയാങ്കിൾ ഏതെല്ലാം സ്റ്റേറ്റ്മെൻറ്റാണ് ശരിയായിട്ടുള്ളത്? സ്റ്റേറ്റ്മെൻറ്റ് പറയാൻ പോവുകയാണ്. ഇപ്പോൾ ട്രയാങ്കിൾ ഇവിടെ ABD ആണ് വലിയ ട്രയാങ്കിൾ, ABC ആണ് ചെറിയ ട്രയാങ്കിൾ. അപ്പോൾ മുകളിലത്തെ ട്രയാങ്കിളായിട്ട് നമുക്ക് BCD വരും. അപ്പോൾ 2 ആംഗിൾ 30 മാർക്ക് ചെയ്തിട്ടുണ്ട്. Bയുടെ ആംഗിൾ 90 ആണെന്ന് ഓർക്കണം. അപ്പോൾ ഈ പടത്തിൽ താഴെ പറയുന്ന റിലേഷനിൽ ഏതാണ് ശരിയെന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. A എന്നുള്ളത് AB = BD, രണ്ടാമത് AC = CD, പിന്നെ BC + CD. അങ്ങനെ ഒരു റിലേഷൻ അവിടെ പറയേണ്ട കാര്യമില്ല, അത് സംതിങ് ഈക്വൽ 0 എന്ന് പറയണം. പിന്നെ AB < CD. അപ്പോൾ ആ C എന്നുള്ള ചോയ്സിന് മീനിങ്ങേ ഇല്ല. അപ്പോൾ ആ ABD എന്നുള്ളതിൽ ഏതെങ്കിലും ഒരെണ്ണമാണ് ഉത്തരം. അപ്പോൾ C ഒരു സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് പോലും വരുന്നില്ല, അവിടെ ഒരു ഗ്രേറ്റർ ദാനോ വല്ലതും വരേണ്ടതായിരുന്നു.
അപ്പോൾ അതിവിടെ ചെയ്തിരിക്കുന്നത് നോക്കിയേ, ഉത്തരമായിട്ട് തന്നിരിക്കുന്നത് ഓപ്ഷൻ ബി ആണ് കേട്ടോ. ഓപ്ഷൻ ബി, എ സി ഈക്വൽ സി ഡി ആണ്. എ സി ഈക്വൽ ടു സി ഡി. അപ്പോൾ പടത്തിൽ ആ പ്രപ്പോഷൻ നോക്കണ്ട, നമ്മൾ പ്രൂവ് ചെയ്ത് കാണിച്ചാൽ മതി. എ സി ഈക്വൽ സി ഡി എന്ന റിലേഷൻ വരും ഈ പടത്തിൽ. അപ്പോൾ നോക്ക്, നമ്മൾക്ക് 2 ആംഗിൾ 30 തന്നിട്ടുണ്ടല്ലോ. 2 ആംഗിൾ 30 തന്നിട്ടുണ്ട്, ബിയിലെ ആംഗിൾ 90 തന്നിട്ടുണ്ട്. അപ്പോൾ അതർ ആംഗിൾ നമുക്ക് മാർക്ക് ചെയ്യാമല്ലോ. ആ സിയിലെ താഴെ ആംഗിൾ 60, സിയുടെ മുകളിൽ ആംഗിൾ 120. അപ്പോൾ ഈ ട്രയാങ്കിൾ എ സി ഡിയിൽ ഒരെണ്ണം 30 ആണ്. 120 കണ്ടുപിടിച്ചപ്പോൾ തീർച്ചയായിട്ടും മറ്റത് 30 ആയിരിക്കണം. ആംഗിൾ ഡി 30 ആയിരിക്കണം. ആംഗിൾ ഡി 30. അപ്പോൾ ആംഗിൾ ഡി 30, ആംഗിൾ എയിൽ ടോപ്പ് ആംഗിൾ 30. അപ്പോൾ ട്രയാങ്കിൾ എ സി ഡി ഐസോസെലസ് ആണ്. ഐസോസെലസ് ആകുമ്പോൾ തുല്യ ആംഗിളിൽ നേരെയുള്ള വശങ്ങൾ തുല്യമായിരിക്കണം. എ സി ഈസ് ഈക്വൽ ടു സി ഡി. ഇപ്പോൾ ഓപ്ഷൻ ബി. അത്രയുള്ള കാര്യം പറഞ്ഞ മനസ്സിലായല്ലോ. ആംഗിൾ നമ്മൾ കണ്ടുപിടിക്കുമ്പോൾ നമുക്ക് ട്രയാങ്കിൾ എ ഡി സി ഐസോസെലസ് എന്ന് കിട്ടും. ഈക്വൽ ആംഗിളായിട്ട് വരുന്നത് 30 ഡിഗ്രിയാണ്. അപ്പോൾ 30 ഡിഗ്രി ഈക്വൽ ആംഗിളിൽ നേരെയുള്ള സൈഡുകൾ തുല്യമായിരിക്കും എന്നുള്ള ട്രയാങ്കിളിലെ പ്രോപ്പർട്ടി, ഐസോസെലസ് ട്രയാങ്കിളിലെ പ്രോപ്പർട്ടി അപ്ലൈ ചെയ്യുമ്പോൾ എ സി ഈസ് ഈക്വൽ സി ഡി. ഓപ്ഷൻ ബി. അടുത്ത ക്വസ്റ്റ്യൻ, ഇൻ ട്രയാങ്കിൾ പി ക്യു ആർ, ലെങ്ത് ഓഫ് ദ സൈഡ് ക്യു ആർ ഈസ് ലെസ് ദാൻ twice the length of the side PQ by 2 centimeter. The length of the side PR exceeds the length of the side PQ by 10 centimeter. The perimeter is 40 centimeter. The length of the smallest side of the triangle PQR is. So you see, in a triangle PQR, the length of the side QR is less than twice the length of the side PQ by 2 centimeter. The length of the side PR exceeds the length of the side PQ by 10 centimeter. The perimeter is 40 centimeter. The length of the smallest side of the triangle PQR is. ഇപ്പോൾ ഒരു PQR ട്രയാങ്കിൾ ഉണ്ട്. ആ ട്രയാങ്കിൾ സൈഡ് QR എന്ന് പറയുന്നത് PQവിൻ്റെ ടോയ്സ് എടുക്കണം. അതിൽ നിന്ന് 2 സെൻറ്റിമീറ്റർ കുറവാണ് എന്ന് പറഞ്ഞാൽ 2PQ - 2 സെൻറ്റിമീറ്ററാണ്. ദ ലെങ്ത് ഓഫ് സൈഡ് PR എന്ന് പറയുന്നത് PQനേക്കാൾ 10 സെൻറ്റിമീറ്റർ കൂടുതലാണ്. അപ്പോൾ PQ + 10 ആയിട്ട് വരും. പെരിമീറ്റർ 40 സെൻറ്റിമീറ്ററാണ്. ഇതിൻ്റെ 3 സൈഡിൻ്റെയും സം 40 സെൻറ്റിമീറ്ററാണ്. എങ്കിൽ സ്മോളസ്റ്റ് സൈഡ് എത്രയെന്നാണ് ഉത്തരം. ചോദ്യം അതിന് ഉത്തരമാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഇവിടെ A 6 സെൻറ്റിമീറ്റർ, B 8 സെൻറ്റിമീറ്റർ, C 7, D 10. ആൻസർ B ആണ്. ആൻസർ B. അപ്പോൾ ട്രയാങ്കിൾ PQR നമുക്ക് ഒരു ചിത്രമായിട്ട് തന്നിട്ടില്ല. നമുക്കൊന്ന് വരച്ച് നോക്കാൻ വേണമെങ്കിൽ വരച്ച് നോക്കിയിട്ട് എഴുതണം. വരച്ച് നോക്കിയിട്ട് ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത് പോലെ എഴുതുക. അപ്പോൾ ഇവിടെ QR കൂടി 2 സെൻറ്റിമീറ്റർ കൂട്ടുമ്പോഴാണ് 2PQ കിട്ടുന്നത്. 2PQ കിട്ടുന്നത്. ഇപ്പോൾ 2PQ - 2 എന്നാണല്ലോ QR എന്ന് പറയുന്നത്. ഇപ്പോൾ QR is 2PQ - 2, ഇക്വേഷൻ നമ്പർ 1. പിന്നെ അടുത്തത് PR പറയുന്നത് PQവിനൂടെ 10 കൂട്ടണമെന്നാണ്. അപ്പോൾ PR is PQ + 10. Perimeter is 40 meter. PQ plus QR plus PR or RP 40 centimeter. Putting the values of PQ and QR from equation 1 and 2. PQവിൻ്റെയും QRൻ്റെ വാല്യൂ ഇക്വേഷൻ 1 നിന്ന് 2 നിന്ന് കൊടുക്കുക. അപ്പോൾ എന്താണ് PQ അതുപോലെ എഴുതി. QR എന്ന് പറഞ്ഞാൽ എന്താണ് 2PQ - 2 ആണ്. പിന്നെ RP അല്ലെങ്കിൽ PR എന്ന് പറഞ്ഞാൽ PQ + 10 ആണ്, = 40. അപ്പോൾ 4PQ is equal to 32. PQ is 8, which is the smallest side of the triangle. അപ്പോൾ ഈ 8 ഉത്തരം. PQ ആണ് ഏറ്റവും ചെറിയ സൈഡ്. 8 ചെറുതെന്നെങ്ങനെ മനസ്സിലാകും? 8 ചെറിയ സൈഡ് എന്നെങ്ങനെയാണ് മനസ്സിലാക്കുന്നത്? കാരണം ട്രയാങ്കിളിന് ചുറ്റളവ് 40 സെൻറ്റിമീറ്ററാണ്. ഇപ്പോൾ 40 സെൻറ്റിമീറ്ററിൽ ഒരു ട്രയാങ്കിൾ വരയ്ക്കുമ്പോൾ ഒരു വശം 8 ഉണ്ടെങ്കിൽ അതായിരിക്കും ഏറ്റവും ചെറുത്. അങ്ങനെ ഊഹിക്കാം. അല്ലെങ്കിൽ ഇതിനകത്ത് കണ്ടുപിടിച്ചാൽ മതി നമുക്ക്. ഇവിടെ നമുക്ക് എത്ര കിട്ടിയത്? PQ കിട്ടിയത് 32 ആണ്. 4PQ 32 ആണ്. അപ്പോൾ PQ 8 അല്ലേ? അപ്പോൾ 8 ഇക്വേഷൻ 2വിനകത്ത് കൊടുക്കുക. 8 ഇക്വേഷൻ 2വിനകത്ത് കൊടുക്കുക. 2വിനകത്ത് കൊടുത്തു കഴിഞ്ഞാൽ PR PQ + 10, 8 + 18 എന്ന് കിട്ടും. അപ്പോൾ അടുത്ത സൈഡ് 18 ആണ്. അപ്പോൾ PQ 8 ആണ്, PR 18 ആണ്. അപ്പോൾ QR എന്താണ്? അത് ഇക്വേഷൻ 1 ഉപയോഗിക്കുക.
2pq എന്ന് പറഞ്ഞാൽ 2 × 8 16 -2 14 എന്ന് കിട്ടും. അപ്പോൾ ഒരു സൈഡ് 14, ഒരു സൈഡ് 14, അടുത്ത സൈഡ് PR എന്ന് പറഞ്ഞാൽ നമ്മൾ കണ്ടുപിടിച്ചത് എന്താണ്? PQ + 10 ആണ്, അത് 18. അപ്പോൾ ആ രണ്ട് സൈഡും വലുതാണ്, അതുകൊണ്ട് ഈ PQ തന്നെയാണ് സ്മോളസ്റ്റ് സൈഡ്. അടുത്ത ക്വസ്റ്റ്യൻ, AB and CD bisect each other at O if AD എന്നുള്ളത് നമ്മൾ യോജിപ്പിച്ച് നോക്കണം. AD 6 cm, തന്നെ BC ഈസ്. അപ്പോൾ സൈഡിൽ റൈറ്റ് സൈഡിൽ യോജിപ്പിച്ച് നോക്കണം എത്രയായിരിക്കും. AB and BD ബൈസെക്ട് ഈച്ച് അതർ ടു, ബൈസെക്ഷൻ തുല്യമായിട്ട് അത് ഭാഗിക്കുകയാണ്. അപ്പോൾ തുല്യമായിട്ട് ഭാഗിക്കുമ്പോൾ ഈ വെർട്ടിക്കൽ ഓപ്പോസിറ്റ് ആംഗിൾ സെയിം ആയിരിക്കുന്ന ഒരു തിയറമില്ലേ, അതാണ് അപ്ലൈ ചെയ്യുന്നത്. വെൻ ടു ലൈൻസ് ഇൻ്റർസെക്റ്റ് ദി ഓപ്പോസിറ്റ് ആംഗിൾസ് ആർ ഈക്വൽ, ആ പ്രോപ്പർട്ടി അപ്ലൈ ചെയ്യാൻ. അപ്പോൾ ഇവിടെ നമ്മൾ ട്രയാങ്കിൾ വരച്ചാൽ നമുക്ക് കിട്ടുന്ന ട്രയാങ്കിൾ ADO എന്ന് പറയുന്നത് CBO അല്ലെങ്കിൽ BCOക്ക് തുല്യമായിരിക്കും. അപ്പോൾ AD എന്നുള്ളത് BC ആയിട്ട് വരാം. അപ്പോൾ അതിന് ക്വസ്റ്റ്യൻ ഇതാണ്, A 5.9 cm, B ഏത് സൈഡാണ് കാണേണ്ടത്? സൈഡ് BC ആണ്. BC ഈ കാണുന്ന സൈഡ് BC, ഈ സൈഡിൽ കാണുന്ന റൈറ്റ് സൈഡിൽ യോജിപ്പിച്ചിട്ട് നോക്കണം. BC പിടിക്കണം. BC കാണുമ്പോൾ കിട്ടുന്നത് ഇവിടെ 5.9, 4.8, 6 cm, 7 cm. ഉത്തരം വളരെ സിമ്പിളാണ്. ആൻസർ യു ഹിയർ ഓപ്ഷൻ സി. സൊല്യൂഷൻ, സിൻസ് AB and CD bisect each other at O, hence BC = AD 6 cm. അപ്പോൾ നമുക്ക് ബൈസെക്ട് ചെയ്യുമ്പോൾ രണ്ട് സിമിലർ ട്രയാങ്കിൾ കിട്ടും. അപ്പോൾ തുല്യ ആംഗിൾ നേരെയുള്ള വെർട്ടിക്കലി ഓപ്പോസിറ്റ് ഈക്വൽ ആംഗിൾ ഉണ്ടല്ലോ, അവയ്ക്ക് നേരെയുള്ള സൈഡുകൾ തുല്യമായിരിക്കണം. അതുകൊണ്ട് AD 6 cm എന്ന് തന്നെ കിട്ടും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇൻ ദി ട്രയാങ്കിൾ ABC, ആംഗിൾ A is 90 degree. AL is drawn perpendicular to BC. AL perpendicular to BC ആണ്. AL നോക്കുക, താഴെയുണ്ട് L, Aക്ക് നേരെ താഴെ. ദെൻ ആംഗിൾ BAL is equal to, ആംഗിൾ BAL, എയുടെ ആ പകുതി ആംഗിൾ BAL is equal to, ആംഗിൾ 90 ആണ്. ആംഗിൾ 90 ആണ്. അപ്പോൾ ആംഗിൾ BAL കാണണം. ഇവിടെ ആൻസർ ആംഗിൾ ALC. BAL is ആംഗിൾ ALC എന്ന് പറഞ്ഞോട്ടെ. ALC ഏതാണ്? ALCക്ക് ഈ താഴെ വരുന്ന ആംഗിൾ അത് 90 ആണ്. അതായിരിക്കത്തില്ല ഉത്തരം. ആംഗിൾ ACB, ആംഗിൾ BAC, ആംഗിൾ B മൈനസ് ആംഗിൾ BAL. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ആൻസർ. അപ്പോൾ മുകളിലത്തെ ആംഗിൾ 90 ആണ്. ഞാൻ ട്രയാങ്കിൾ അല്പം കൂടി മാറ്റി ഒന്ന് കാണിച്ചത്, എൻ്റെ ശരിക്കുള്ള ഒരു രീതി മനസ്സിലാക്കണം. ആംഗിൾ മുകളിൽ രണ്ടും കൂടി 90, താഴെ പെർപെൻഡിക്കുലർ ആകുമ്പോൾ 90 ആണല്ലോ, പെർപെൻഡിക്കുലറായിട്ട് വരുന്നത്. അപ്പോൾ ആംഗിൾ BAL നമുക്ക് കാണേണ്ടത്. ആംഗിൾ BAL എന്ന് പറഞ്ഞാൽ അത് 90 മൈനസ് ആംഗിൾ CAL ആണ്. ആംഗിൾ BAL എന്ന് പറഞ്ഞാൽ അത് മുകളിൽ 90 ആണല്ലോ. അപ്പോൾ 90ൽ നിന്ന് ആംഗിൾ CAL കുറച്ചാൽ മതി, അതാണ് ഇരിക്കുന്നത്. ഇനി അടുത്ത ട്രയാങ്കിൾ ACL നോക്കിയേ. ACL താഴെ 90 ഉണ്ട്. അപ്പോൾ 90ൽ നിന്ന് CAL പോയാൽ നമുക്ക് ആംഗിൾ ACL കിട്ടും. ACL എന്ന് പറഞ്ഞാൽ അത് ACB ആണ്. കാരണം ആ എല്ലും B ഒരു ലൈനിലാണല്ലോ. അപ്പോൾ ACL is ആംഗിൾ ACB. ദാറ്റ് ഈസ് ദി ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ,
അപ്പോൾ ആ ക്വസ്റ്റിൻ്റെ അടുത്ത ക്വസ്റ്റിൻ്റെ സൊല്യൂഷൻ നമ്മൾ ട്രിഗ്നോമെട്രി വേണ്ട സൊല്യൂഷനുകൾ ഞാൻ കൊടുത്തിട്ടില്ല. അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. യു ട്രൈ ഇറ്റ്, യു സീ ദി ആൻസർ. അപ്പോൾ അതിൻ്റെ സൊല്യൂഷൻ ഇവിടെ കൊടുക്കാൻ വിട്ടുപോയി. നമ്പർ 7th question. That you try and find the answer. Question വായിക്കാം. In a triangle ABC, the internal bisector of the angle A meets BC at D. If AB is 4, AC is 3, and angle A is 60 degree, then length of AD is 2 root 3, 12 root 3 by 7, 15 root 3 by 8, 6 root 3 by 7, none of this. അത് ട്രൈ നോക്കുക. അടുത്ത ക്വസ്റ്റ്യൻ. The point of intersection of the altitudes of a triangle is called. The point of intersection of the altitudes of a triangle is called incenter, excenter, orthocenter, centroid. The point of intersection of the altitudes of a triangle is called. ഒരു ട്രയാങ്കിളിൻ്റെ ഓൾട്ടിറ്റ്യൂഡ്സിൻ്റെ മീറ്റിംഗ് പോയിന്റ് അതിനെ വിളിക്കുന്ന പേരെന്താണ്? ഇൻസെൻറ്റർ, എക്സെൻറ്റർ, ഓർത്തോസെൻറ്റർ, സെൻട്രോയിഡ്. അപ്പോൾ അതിൻ്റെ ആൻസർ പിന്നെ ഓർത്തോസെൻറ്റർ എന്നുള്ള ഉത്തരം. ഓർത്തോസെൻറ്റർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Two right angle triangles are congruent if, മലയാളത്തിൽ നമ്മൾ സർവ്വസമം എന്നൊക്കെ പറയും, കോൺഗ്രുവൻറ്റ്. അപ്പോൾ സിമിലറും പിന്നെ കോൺഗ്രുവൻറ്റുമായിട്ട് വ്യത്യാസമുണ്ടല്ലോ. സിമിലർ എന്ന് പറഞ്ഞാൽ ഒരേ ഷേപ്പ് ഉണ്ടായാൽ മതി, ചെറുതും വലുത്. കോൺഗ്രുവൻ്റ് ആണെങ്കിൽ ഒരേ ഷേപ്പും വേണം, ഒരേ സൈസും വേണം. ആംഗിൾ തുല്യമായിരിക്കണം, സൈഡ് തുല്യമായിരിക്കണം. മറ്റാണെങ്കിൽ ആംഗിൾ തുല്യമാകാം, സൈഡ് പ്രപ്പോർഷണൽ ആയിരിക്കണം സിമിലറിനകത്ത്. Two right angle triangles are congruent, sarvasama, if one, the hypotenuse of one triangle is equal to hypotenuse of the other. Number 2, a side of one triangle is equal to corresponding side of the other. Number 3, sides of the triangles are equal. Number 4, an angle of the triangle are equal. Triangles are equal. Of the statements, an angle of the triangle is equal. Of these statements, the correct ones are combination of. അപ്പോൾ ഇവിടെ 4 പ്രസ്താവന കൊടുത്തിരിക്കുകയാണ്. അപ്പോൾ 2 ട്രയാങ്കിൾ കോൺഗ്രുവൻ്റ് ആണ്, 2 ട്രയാങ്കിൾ സർവസമമാണ് എങ്കിൽ ഈ 4 പ്രസ്താവനയിൽ ഏതൊക്കെ ശരിയായിട്ട് വരും എന്നുള്ളതാണ്. The hypotenuse of one triangle is equal to hypotenuse of the other. ഒരു ട്രയാങ്കിൾ ഹൈപ്പോട്ടന്യൂസ് രണ്ടാമത്തെ ട്രയാങ്കിളിൻ്റെ ഹൈപ്പോട്ടന്യൂസിന് തുല്യമായിരിക്കും. അത് ശരിയാണ്. പിന്നെ എ സൈഡ് ഓഫ് വൺ ട്രയാങ്കിൾ ഈസ് ഈക്വൽ ടു ദ കറസ്പോണ്ടിങ് സൈഡ് ഓഫ് ദി അതർ, അത് ശരിയാകാം. സൈഡ്സ് ഓഫ് ദി ട്രയാങ്കിൾ ആർ ഈക്വൽ ആകണമെന്നില്ല. ആൻ ആംഗിൾ ഓഫ് ദി ട്രയാങ്കിൾ ഈസ് ഈക്വൽ ടു ആൻ ആംഗിൾ ഓഫ് അതർ ട്രയാങ്കിൾ, അത് ശരിയാകാം വേണമെങ്കിൽ. ഓഫ് ദി സ്റ്റേറ്റ്മെൻറ്റ്സ് അത് ആൻ ആംഗിൾ ഓഫ് ട്രയാങ്കിൾ ആയിരിക്കില്ല, ഓൾ ആംഗിൾ ആയിരിക്കും. ഓൾ ആംഗിൾസ് ഓഫ് ദി ട്രയാങ്കിൾ ആയിരിക്കില്ല എന്നുള്ളതാണ്. അങ്ങനെ വരണം. എല്ലാ ആംഗിളും തുല്യമായിരിക്കത്തില്ല. അപ്പോൾ ഇതിൽ ഏത് പ്രസ്താവനകളാണ് ശരി? 1 and 2, 2 and 3, 1 and 3, 4 only. ആൻസർ ഓപ്ഷൻ എ ആണ് കേട്ടോ. ഓപ്ഷൻ എ ആണ് ശരി. 1 and 2 കോൺഗ്രുവൻ്റ് ട്രയാങ്കിൾസിൻ്റെ പ്രോപ്പർട്ടിയാണ്. 2 right angle triangles are congruent if the hypotenuse of one triangle is equal to hypotenuse of the other, and a side of one triangle is equal to the corresponding side of the other triangle. അടുത്ത ക്വസ്റ്റ്യൻ. Consider the following statement. Every equilateral triangle is necessarily an isosceles triangle. Number 2, every right angle triangle is necessarily an isosceles triangle.
Number 3, a triangle in which one of the median is perpendicular to the side, it means it is necessarily an isosceles triangle. The correct statements are, consider the following statements. 1, every equilateral triangle is necessarily an isosceles triangle. ശരിയാണ് കാര്യം. Every right angle triangle is necessarily an isosceles triangle. അത് വേണമെന്നില്ല, ശരിയാണെന്നില്ല. A triangle in which one of the median is perpendicular to the side it meets. One of the median എന്ന് പറഞ്ഞാൽ ലൈൻ ജോയിനിങ് midpoint of a side and the opposite corner. A triangle in which one of the median is perpendicular to the side it meets is necessarily an isosceles triangle. ഒരു മീഡിയൻ വരച്ചാൽ അത് സൈഡിന് പെർപെൻഡിക്കുലർ ആണെങ്കിൽ അത് ഐസോസെലസ് ട്രയാങ്കിൾ ആയിരിക്കും. ഐസോസെലസ് ട്രയാങ്കിൾ അങ്ങനെ ഒരു പ്രോപ്പർട്ടി ഉണ്ട്. ഇത് കറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ്സ് ആർ 1 and 2, 2 and 3, 1 and 3, 1, 2 and 3. ആൻസർ സി ആണ്. ആൻസർ സി 1 and 3 ആണ് ശരിയായിട്ടുള്ളത്. Every equilateral triangle is necessarily an isosceles triangle. A triangle in which one of the medians is perpendicular to the side it meets is necessarily an isosceles triangle. Next one, consider the following statements. Consider the following statements. 3 sides of a triangle are equal to 3 sides of another triangle, then the triangles are congruent. ശരിയായ ഒരു സ്റ്റേറ്റ്മെൻ്റ് ആണത്. If 3 angles of a triangle are respectively equal to 3 angles of a triangle, then the 2 triangles are congruent. അത് ശരിയാകണമെന്നില്ല, അത് സിമിലർ ട്രയാങ്കിൾ പ്രോപ്പർട്ടിയാണ്. അത് ശരിയാകണമെന്നില്ല. ഓഫ് ദി സ്റ്റേറ്റ്മെൻറ്റ്സ്, ഈ സ്റ്റേറ്റ്മെൻറ്റിൽ 1 and 2 both are true, 1 is true and 2 is false, 1 is false and 2 is true, none of this. None of this. അപ്പോൾ അതിൻ്റെ ആൻസർ അവിടെ വിട്ടുപോയി. ആൻസർ ഓർക്കണം. അതൊക്കെ ശരിയായിട്ടുള്ള ഇവിടെ പറയാവുന്നുള്ളത് വളരെ സിമ്പിളായിട്ടുള്ള കേസാണ്. 3 sides of a triangle are equal to 3 sides of another triangle, then the triangles are congruent. അത് ശരിയാണത്. If 3 angles of a triangle are respectively equal to 3 angles of the other triangle, then the 2 triangles are congruent. അത് തെറ്റാണ്, കാരണം സിമിലർ ട്രയാങ്കിൾ പ്രോപ്പർട്ടിയാണ്. അപ്പോൾ ഒന്നാണ് ശരിയായിട്ടുള്ളത്. 1 and 2 both are true, അത് ശരിയല്ല. 1 is true, 2 is false, അതാണ് ശരി. ആൻസർ ബി. ആൻസർ ബി ആണ് ഉത്തരം. അടുത്ത ക്വസ്റ്റ്യൻ, ഈ ട്രയാങ്കിൾ എ ബി സി എ ഡി പെർപെൻഡിക്കുലർ ബി സി ദെൻ. അപ്പോൾ നമ്മൾ ആ ഒരു എ ബി സി പഠിച്ചിട്ട് നടുക്കൊരു പെർപെൻഡിക്കുലർ വരച്ചാൽ മതി ട്രയാങ്കിൾ. പടം ഇവിടെ തന്നിട്ടില്ല, അപ്പോൾ നമ്മൾ വരച്ച് നോക്കണം. ഈ ട്രയാങ്കിൾ എ ബി സി എ ഡി. അപ്പോൾ എ ഡി എന്ന് പറഞ്ഞാൽ ഈ താഴത്തെ ബി സിക്ക് ഒരു മിഡ് പോയിന്റ് എടുത്തിട്ട് നമ്മൾ എ ഡി വരച്ചാൽ മതി. പെർപെൻഡിക്കുലറായിട്ട് വരയ്ക്കണം. ദെൻ എ ബി സ്ക്വയർ മൈനസ് ബി ഡി സ്ക്വയർ ഇസ് എ സി സ്ക്വയർ മൈനസ് സി ഡി സ്ക്വയർ. അടുത്ത എ ബി സ്ക്വയർ പ്ലസ് ബി ഡി സ്ക്വയർ ഇസ് എ സി സ്ക്വയർ മൈനസ് സി ഡി സ്ക്വയർ. അത് എ ബി സ്ക്വയർ മൈനസ് ബി ഡി സ്ക്വയർ ഇസ് എ സി സ്ക്വയർ പ്ലസ് സി ഡി സ്ക്വയർ. എ ബി സ്ക്വയർ മൈനസ് എ സി സ്ക്വയർ ഈക്വൽ ബി ഡി സ്ക്വയർ പ്ലസ് സി ഡി സ്ക്വയർ. അപ്പോൾ ഒരു ട്രയാങ്കിൾ വരക്കുന്നതായിട്ട് സങ്കല്പിക്കുക. അസംഷനാണ് നമ്മൾ. അപ്പോൾ എ ബി സി ട്രയാങ്കിൾ നമ്മൾ ഒരു എ ഡി പെർപെൻഡിക്കുലർ വരയ്ക്കുമ്പോൾ 2 ട്രയാങ്കിൾ കിട്ടും. ഒന്ന് ട്രയാങ്കിൾ എ ബി ഡി, രണ്ടാമത്തത് എ സി ഡി ട്രയാങ്കിൾ. അപ്പോൾ എ സി ട്രയാങ്കിൾ ഉണ്ട്. എ സി ട്രയാങ്കിൾ നമുക്ക് പറയാൻ പറ്റും. എ സി ട്രയാങ്കിളിൽ
എ സി ഡി ട്രയാങ്കിൾ എ ബി ട്രയാങ്കിൾ എ ബി ഡി വേണം. ട്രയാങ്കിൾ എ ബി ഡി കേട്ടോ, ട്രയാങ്കിൾ എ ബി ഡി വേണം. ഇൻ ട്രയാങ്കിൾ എ ബി ഡി, ആ മുകളിലത്തെ ഹെഡിങ്, ഇൻ ട്രയാങ്കിൾ എ ബി ഡി എ ബി സ്ക്വയർ ഈസ് എ ഡി സ്ക്വയർ പ്ലസ് ബി ഡി സ്ക്വയർ. അപ്പോൾ ട്രയാങ്കിൾ എ ബി ഡി എന്നാക്കണം. ക്വസ്റ്റ്യൻ നമ്പർ 1. ഇനി അടുത്ത ട്രയാങ്കിൾ ഇതാണ്, എ സി ഡി ആണ്. അത് കറക്റ്റാണ്. ഇൻ ട്രയാങ്കിൾ എ സി ഡി എ സി സ്ക്വയർ ഈക്വൽ എ ഡി സ്ക്വയർ പ്ലസ് ബി ഡി സ്ക്വയർ. ഇക്വേഷൻ നമ്പർ 2. 1 - 2 കണ്ടുപിടിക്കണം. കണ്ടുപിടിക്കുമ്പോൾ എ ബി സ്ക്വയർ മൈനസ് എ സി സ്ക്വയർ ഈസ് ബി ഡി സ്ക്വയർ മൈനസ് സി ഡി സ്ക്വയർ. ഒന്ന് ട്രാൻസ്പോസ് ചെയ്യാം. എ ബി സ്ക്വയർ മൈനസ് ബി ഡി സ്ക്വയർ ഇസ് എ സി സ്ക്വയർ മൈനസ് സി ഡി സ്ക്വയർ. അങ്ങനൊരു ചോയ്സ് ഇവിടെ തന്നിട്ടുണ്ട്. എ എന്നുള്ള ചോയ്സ്, അതാണ് ഉത്തരം. അടുത്ത ക്വസ്റ്റ്യൻ, ഇൻ ദി അഡ്ജോയിനിങ് ഫിഗർ എ ബി ഇ എഫ് ആൻഡ് സി ഡി ആർ പാരലൽ ലൈൻസ്. വെരി ഇമ്പോർട്ടൻറ്റ് പോയിന്റ് ആണ്. എ ബി ഇ എഫ് ആൻഡ് സി ഡി ആർ പാരലൽ ലൈൻസ്. Given that GE equal 5 centimeter, OC is 10 centimeter and DC is 80 centimeter, then EF is equal to. ഇവിടെ എ ബി ഇ എഫ് സി ഡി ആണ് പാരലല്. അവിടെ എഫ് ടി ഉണ്ട്, ഇ ജി ഉണ്ട്, ജി സി ഒക്കെ ഉണ്ട്. അപ്പോൾ 3 സൈഡ് പാരലാന്ന് നോക്കണം. അപ്പം അങ്ങനെയാണെങ്കിൽ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് വിച്ച് സൈഡ് ഇ എഫ് എന്ന് പറയുന്നത് ഈ പെർപെൻഡിക്കുലർ സൈഡ്, അതാണ് കണ്ടുപിടിക്കേണ്ടത്. ആ പാരലൈനിൽ ഇ എഫ് എന്നുള്ള അതിനാണ് കണ്ടുപിടിക്കേണ്ടത്. അതിൻ്റെ നീളം 11 സെൻറ്റിമീറ്റർ, 5 സെൻറ്റിമീറ്റർ, 6 സെൻറ്റിമീറ്റർ, 9 സെൻറ്റിമീറ്റർ. അത് ഓപ്ഷൻ ഡി ആണ്. അതിന് കാരണം നമ്മൾ ട്രയാങ്കിൾ, ഓരോ ട്രയാങ്കിൾ നോക്കിക്കൊള്ളുക. ഇൻ ട്രയാങ്കിൾ ജി എഫ് ആൻഡ് ജി സി ഡി വി ഹാവ് ആംഗിൾ ഇ എഫ് ജി ഇസ് ഈക്വൽ ആംഗിൾ ജി സി ഡി, ഓൾട്ടർനേറ്റ് ആംഗിൾസ്. അതുപോലെ തന്നെ അടുത്ത കേസായിട്ട് ആംഗിൾ ഇ എഫ് ജി ഈക്വൽ ആംഗിൾ സി ജി ഡി, വെർട്ടിക്കലി ഓപ്പോസിറ്റ് ആംഗിൾസ്. Therefore triangles GF and GCD are similar. The triangles are similar. Thus GE by CG is equal to EF by CD. 5 by 10 is EF by 18. EF is equal to 5 into 18 by 10. That is 9 centimeter. You see the figure and compare it. Next question. A triangle can be drawn with the following 3 sides. A triangle cannot be. A triangle cannot be drawn with the following 3 sides. A 2 meter, 3 meter, 4 meter. B 3 meter, 4 meter, 8 meter. C 4 meter, 6 meter, 9 meter. D 5 meter, 7 meter, 10 meter. അതായത് ഒരു ട്രയാങ്കിൾ വരയ്ക്കാൻ 3 സൈഡ് വേണം നമുക്കറിയാം. ഒരു ട്രയാങ്കിൾ 3 സൈഡ് ഉണ്ടെങ്കിൽ നമുക്ക് ട്രയാങ്കിൾ വരയ്ക്കാൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഈ കോമ്പസിൽ നമ്മൾ ആർക്കൊക്കെ എടുത്ത് വരയ്ക്കാവുന്നതാണ്. അപ്പോൾ അങ്ങനെ ട്രയാങ്കിൾ വരയ്ക്കുമ്പോൾ ഈ തന്നിരിക്കുന്ന സെറ്റുകളിൽ ഏത് സെറ്റ് വെച്ചാണ് ട്രയാങ്കിൾ വരയ്ക്കാൻ പറ്റാത്തത് എന്നാണ് ചോദ്യം. അപ്പോൾ അത് ഓർത്തിരുന്നാൽ മതി. ട്രയാങ്കിൾ വരയ്ക്കാനുള്ള ഒരു കണ്ടീഷൻ ഉണ്ടല്ലോ. അപ്പോൾ അതിൻ്റെ ചോയ്സ് നോക്കുക. ചോയ്സ് നമ്മൾ എഴുതിയിരിക്കുന്നത്, ഇപ്പോൾ ട്രയാങ്കിൾ വരയ്ക്കാൻ ഉള്ള കണ്ടീഷൻ ഈ ചെറിയ 2 വശങ്ങളിലെ തുക മൂന്നാമത്തിനേക്കാൾ എപ്പോഴും കൂടിയിരിക്കണം. എന്നാലും ട്രയാങ്കിൾ വരയ്ക്കാൻ പറ്റുള്ളൂ. പൈതഗോറസൊന്നും വേണ്ട, ഏതെങ്കിലും ഷേപ്പുള്ള ട്രയാങ്കിളാണ്. ഒരു ട്രയാങ്കിൾ വരയ്ക്കണമെങ്കിൽ പ്രധാന കണ്ടീഷൻ ചെറിയ 2 സൈഡുകളുടെ തുക മൂന്നാമത്തെ സൈഡിനേക്കാൾ കൂടിയിരിക്കണം. അന്നേ വരയ്ക്കാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ ട്രയാങ്കിൾ മുട്ടത്തില്ല. അപ്പം അത്തരം ഒരു കേസാണ് ഇവിടെ അങ്ങനെ വരുന്നത്. ഇപ്പോൾ ആദ്യ കേസ് നോക്കിയേ, 2, 3, 4. അപ്പോൾ ചെറിയ 2 സൈഡിൻ്റെ തുക മൂന്നാമത്തിനേക്കാൾ കൂടുതലാണ്, വരയ്ക്കാൻ പറ്റും. അടുത്ത കേസിൽ പറ്റത്തില്ല, കാരണം 3, 4, 7 കിട്ടുള്ളൂ. അത് 8നേക്കാൾ ചെറുതാണ്. അപ്പോൾ അവിടെ ട്രയാങ്കിൾ വരയ്ക്കാൻ പറ്റില്ല. ഈ ക്വസ്റ്റിൻ്റെ ഓപ്ഷൻ ബി ആണ്. അടുത്ത നമുക്ക് സി, 4, 6, 9 ആണ്. 6, 4, 10, 9ൽ കൂടുതലാണ് വരയ്ക്കാൻ പറ്റും. അടുത്തത് 5, 7, 10
7 5 12 അത് കൂടുതലാണ് 10-നേക്കാൾ. അതുകൊണ്ട് അത് വരയ്ക്കാൻ പറ്റും. അപ്പോൾ വരയ്ക്കാൻ പറ്റാത്തത് ഈ ബി എന്നുള്ള സൈഡ്സ് വെച്ച് ട്രയാങ്കിൾ വരയ്ക്കാൻ പറ്റത്തില്ല. കാരണം ചെറിയ 2 സൈഡിൻ്റെ തുക വലുതിനേക്കാൾ കുറവാണ്. തിരിച്ചു വന്നാലേ വരയ്ക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അതിനിവിടെ എഴുതി വെച്ചിട്ടുണ്ട് ഇവിടെ. അപ്പോൾ അത്ര വിസ്തീർണം വേണ്ട, ഞാൻ പറഞ്ഞാൽ ഓർത്താൽ മതി. ഒരു ട്രയാങ്കിൾ വരയ്ക്കാനുള്ള കണ്ടീഷൻ ചെറിയ 2 വശങ്ങളിലെ തുക 3-ാമത്തെ വശത്തിനേക്കാൾ കൂടിയിരുന്നാലേ ട്രയാങ്കിൾ വരയ്ക്കാൻ പറ്റുള്ളൂ. അല്ലാത്ത കേസിലൊന്നും ട്രയാങ്കിൾ വരയ്ക്കാൻ പറ്റത്തില്ല. ഇത് ഫിസിക്സ് പഠിക്കുന്നവരാണെങ്കിൽ ഒരു ട്രയാങ്കിൾ ഫോഴ്സ് പഠിക്കുമ്പോൾ, ലോ ഓഫ് ട്രയാങ്കിൾ ഫോഴ്സ്, പാരലൽ ലോ ഓഫ് ഫോഴ്സ്, ട്രയാങ്കിൾ ഫോഴ്സ് പഠിക്കുമ്പോൾ ഇത് കാണാറുള്ളതാണ്. ഇവിടെ നോക്കിയേ, അഡീഷൻ ഓഫ് എനി ടു സൈഡ് ഓഫ് ട്രയാങ്കിൾ ഈസ് ഓൾവേസ് ഗ്രേറ്റർ ദാൻ അതർ സൈഡ് then only a triangle formation is possible. അപ്പോൾ 2 വശങ്ങൾ കൂട്ടുമ്പോഴുള്ള കിട്ടുന്ന തുക 3-ാമത്തേക്കാൾ കൂടിയിരുന്നാലേ ട്രയാങ്കിൾ വരയ്ക്കാൻ പറ്റുള്ളൂ. അതൊന്ന് എക്സ്പ്ലെയിൻ ചെയ്തിരിക്കുകയാണ്. എക്സാമ്പിൾ, എ ബി സി ആർ ദി സൈഡ്സ് ഓഫ് എ ട്രയാങ്കിൾ, ദെൻ എ പ്ലസ് ബി ഗ്രേറ്റർ ദാൻ സി, ബി പ്ലസ് ബി ഗ്രേറ്റർ ദാൻ എ, സി പ്ലസ് എ ഗ്രേറ്റർ ദാൻ ബി. അപ്പോൾ വരയ്ക്കാൻ പറ്റും. സോ ഓപ്ഷൻ ബി ഈസ് നോട്ട് സാറ്റിസ്ഫൈങ് ദി കണ്ടീഷൻ. 3 + 4 നോട്ട് ഗ്രേറ്റർ ദാൻ ബി. അതുകൊണ്ട് ട്രയാങ്കിൾ വരയ്ക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് അതാണ് ഓപ്ഷൻ ബി ആണ് ആൻസർ. വിത്ത് ദിസ് അവർ second class is over. We continue the class with another topic in the next class. Thank you.